ഭാഷാ വിവാദവും അതുമായി ബന്ധപ്പെട്ട പോരും മുറുകുന്നതിനിടെ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത് ഷാ എത്തിയിരിക്കുകയാണ്. 2026 തമിഴ്നാട്ടിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞ അമിത് ഷാ DMK സർക്കാരിന്റേത് അഴിമതി നിറഞ്ഞ ഭരണമാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. കോയമ്പത്തൂരിൽ BJP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അഴിമതി കേസുകളിൽ DMKയുടെ എല്ലാ നേതാക്കളും ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. അവരുടെ നേതാക്കളിൽ ഒരാൾ ജോലിക്ക് വേണ്ടിയുള്ള പണമിടപാട് കേസിൽ കുടുങ്ങിയപ്പോൾ മറ്റൊരാൾ കള്ളപ്പണം വെളുപ്പിക്കലിലും അനധികൃത മണൽ ഖനനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. മൂന്നാമനാവട്ടെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടുവെന്ന് അമിത് ഷാ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് BJPയും മോദി സർക്കാരും ചേർന്ന് തടഞ്ഞുവെക്കുന്നു എന്ന ആരോപണത്തിനും അമിത് ഷാ മറുപടി നൽകി. MK സ്റ്റാലിന്റെ പ്രസ്താവനയിൽ സത്യമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5 ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ തമിഴ്നാടിന് നൽകിയത്. UPA NDA സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അഴിമതിയുടെ കണക്കുകൾ വ്യക്തമാവുമെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം അനീതി നേരിട്ടതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പലപ്പോഴും അവകാശപ്പെടുന്നത് കാണാറുണ്ട്. എന്നാൽ UPAയുടെയും NDAയുടെയും കാലത്ത് വിതരണം ചെയ്ത ഫണ്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ UPA ഭരണകാലത്താണ് യഥാർത്ഥ അനീതി സംഭവിച്ചതെന്ന് വെളിപ്പെടുന്നുവെന്ന് അമിത് ഷാ പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ അഴിമതിക്കാരെയും മെഗാ അംഗത്വ പരിപാടി വഴി DMKയിൽ ചേരാൻ അനുവദിച്ചതുപോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. യഥാർത്ഥ ആശങ്കകളിൽ നിന്ന് വ്യതിചലിക്കാൻ MK സ്റ്റാലിനും മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെയും സീറ്റുകൾ കുറയില്ലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മുതിർന്ന BJP നേതാവ് ചൂണ്ടിക്കാട്ടി. 2026 BJP തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കും. സംസ്ഥാനത്ത് സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുമെന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് വേണ്ടി കാത്തിരുന്നോളൂ എന്നും അമിത് ഷാ സൂചിപ്പിച്ചു. ആ പുതിയ സർക്കാർ തമിഴ്നാടിന് ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും. സംസ്ഥാനത്തെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കും. തമിഴ്നാട്ടിൽ അഴിമതി തുടച്ചു നീക്കും. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തമിഴ്നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. ഇതോടെ തമിഴ്നാട് കേന്ദ്ര ഭിന്നത മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. സത്യത്തിൽ ഒരു വലിയ യുദ്ധത്തിനാണ് ഈ തർക്കം കളമൊരുങ്ങുന്നത് എന്ന് വ്യക്തം. ഭാഷാ വിവാദത്തിൽ BJPയുടെ ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തിയത്. ആവശ്യമെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിനു കൂടി തമിഴ്നാട് തയ്യാറാണെന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നേരത്തെയും ശക്തമായ പ്രതിരോധം ഉയർത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിൽ പറയുന്നത് ഹിന്ദി സംസാര ഭാഷ അല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണം എന്നാണ്. എന്നാൽ ഈ നീക്കത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ്. സംസ്ഥാനത്ത് തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്നത് തുടരുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ലെന്നുമാണ് സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ തീരുമാനം. 1965 സമാന നീക്കമുണ്ടായപ്പോൾ DMK ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു.